Good morning all. Today we discuss about leaf anatomy. ആദ്യം നമുക്ക് ലീഫിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ലീവ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലുള്ള ഫോട്ടോസിന്തറ്റിക് സെൻറ്റേഴ്സ് ആണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പിരേഷൻ, അതുപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ചുമാണ്. ലീവ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പിക്കൽ മെരിസ്റ്റത്തിലുള്ള ലീഫ് പ്രിമോഡിയയിൽ നിന്നാണ്. ഓൺ ദി മോർഫോളജിക്കൽ ബേസിസ് ലീവ്സിനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ഫോളിയേജ് ലീവ്സ്. നമ്മൾ സാധാരണ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ലീവ്സിനെയാണ് ഫോളിയേജ് ലീവ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. ദെൻ സെക്കൻഡ് വൺ ആണ് കാറ്റഫിൽസ്. കാറ്റഫിൽസ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് അതുപോലെ തന്നെ ബഡ്സിലെല്ലാം കാണപ്പെടുന്ന സ്കെയിൽസിനെയാണ് കാറ്റഫിൽസ് എന്ന് വിളിക്കുന്നത്. പ്രൊട്ടക്ഷനാണ് അതിൻ്റെ ഫങ്ഷൻ. ദെൻ തേർഡ് വൺ ആണ് ഹിപ്സോഫിൽസ്. ഹിപ്സോഫിൽസ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സിനോട് ചേർന്ന് കാണപ്പെടുന്ന ബ്രാഡ്സിനെയാണ്. അത് സംടൈംസ് കളേർഡ് ആയിരിക്കും. സോ പോളിനേഷന് വേണ്ടിയിട്ട് ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഫ്ലവറിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതെല്ലാമാണ് അതിൻ്റെ ഫങ്ഷൻസ്. ദെൻ ഫോർത്ത് വൺ ആണ് കോട്ട്ലിഡൻസ്. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്ന ലീവ്സിനെയാണ് കോട്ട്ലിഡൻസ് എന്ന് വിളിക്കുന്നത്. ടിപ്പിക്കലി ഒരു ലീഫിന് 4 പാർട്സാണ് ഉണ്ടായിരിക്കുക. ദേ ആർ ദ പീറ്റിയോൾ അല്ലെങ്കിൽ ലീഫ് സ്റ്റോക്ക്, ദെൻ ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് വിത്ത് ഡോർസൽ ആൻഡ് വെൻട്രൽ സൈഡ്, ദെൻ എപ്പെക്സ് അല്ലെങ്കിൽ ലീഫ് ടിപ്പ്, ദെൻ ലീഫ് മാർജിൻ. അപ്പോൾ ഈ ഒരു 4 ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റെമ്മിൻ്റെ സർഫസിനോട് കണ്ടിന്യൂവേഷനായിട്ട് കാണപ്പെടുന്ന ലീഫ് ഇൻസേർഷൻ്റെ തൊട്ട് മുകളിലുള്ള ലീഫ് സർഫസിനെയാണ് നമ്മൾ അപ്പർ അല്ലെങ്കിൽ വെൻട്രൽ ഓർ എഡാക്സിയൽ സർഫസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ലോവർ ഡോർസൽ ഓർ എബാക്സിയൽ സർഫസ് എന്ന് വിളിക്കുന്നു. ദെൻ ഓൺ ദി അനാറ്റമിക്കൽ ബേസിസ് ലീവ്സിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ഡോർസി വെൻട്രൽ ലീവ്സ്, സെക്കൻഡ് വൺ ഐസോ ബൈലാട്രൽ ലീവ്സ്, തേർഡ് വൺ സെൻട്രിക് ലീവ്സ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് അനാട്ടമി ഓഫ് ഡോർസി വെൻട്രൽ ലീഫ് അല്ലെങ്കിൽ ഡൈക്കോട്ട് ലീഫ്. ഡോർസി വെൻട്രൽ ലീവ്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അതുപോലെ തന്നെ അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും ഉണ്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദി ഡൈക്കോട്ട്ലിയർനസ് ലീവ്സ് ആർ ഡോർസി വെൻട്രൽ. ഒരു ഡൈക്കോട്ട് ലീഫിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 റീജിയൻസ് ആണ് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത്. ദേ ആർ ദി എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലാർ റീജിയൻസ്. ഫസ്റ്റ് നമുക്ക് എപ്പിഡെർമിസ് നോക്കാം. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ആ ലീഫിൻ്റെ അപ്പർ സർഫസിനെയും ലോവർ സർഫസിനെയും കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയറാണ്. എപ്പിഡെർമിസ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ലെയറായിട്ടായിരിക്കും. ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ള റെക്റ്റാങ്കുലർ പാരൻകൈമ സെൽസ് വെച്ചിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ സിറോഫിറ്റിക് പ്ലാന്റ്സിലും അതുപോലെ തന്നെ മറ്റു ചില പ്ലാന്റ്സിലും ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് മൾട്ടി ലെയേർഡ് ആയിരിക്കും. അത്തരം കേസിൽ അത് പെരിക്ലൈനിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ആ ഒരു മൾട്ടി ലെയർ ഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് മൊറേസിയെ, പിപ്രേസിയെ ഫാമിലിയിലുള്ള പ്ലാന്റ്സ്. ദെൻ എപ്പിഡെർമിസിൻ്റെ ഔട്ടർ വോള് തിക്കായിരിക്കും. അതിന് കാരണം അതിൽ ക്യൂട്ടിൻ കാണാനായിട്ട് സാധിക്കും. വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ പാത്തോജൻസിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ആ ഔട്ടർ വോള് തിക്കായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എപ്പിഡെർമിസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന സോഫ്റ്റ് ഇൻറ്റേർണൽ ടിഷ്യൂസിനെ മെക്കാനിക്കൽ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടി എപ്പിഡെർമിസിനുണ്ട്. ഇനി എപ്പിഡെർമിസിലെ നമുക്ക് സ്റ്റൊമാറ്റ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷനും അതുപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ചുമാണ്. ഇനി ഡോർസി വെൻട്രൽ ലീഫിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റൊമാറ്റ ആർ അബണ്ടൻറ്റ് ഇൻ ലോവർ എപ്പിഡെർമിസ്. ഡോർസി വെൻട്രൽ ലീവ്സിലെ ലോവർ എപ്പിഡെർമിസിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് സ്റ്റൊമാറ്റ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പർ എപ്പിഡെർമിസിലെ വെരി റെയർലി ആയിരിക്കും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരിക്കും. സിറോഫിറ്റിക് പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻസിലെ സ്റ്റൊമാറ്റ ഒരു ഡിപ്രഷൻ്റെ ഉള്ളിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് സിറോഫിറ്റിക് പ്ലാന്റ്സിലെ സങ്കൺ സ്റ്റൊമാറ്റയാണ് കാണപ്പെടുന്നത് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് റീജിയൻ ആണ് മീസോഫിൽ. മീസോഫിൽ എന്ന് പറയുന്നത് അപ്പർ എപ്പിഡെർമിസിൻ്റെയും ലോവർ എപ്പിഡെർമിസിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ഒരു തിൻ ക്ലോറൻകൈമാറ്റിസ് ആയിട്ടുള്ള ഗ്രീൻ ടിഷ്യൂ ആണ്. വെയിൻസും അതുപോലെ തന്നെ വെയിൻലെറ്റ്സും എല്ലാം നമുക്ക് മീസോഫിൽ കാണാനായിട്ട് സാധിക്കും. വെയിൻസ് വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ടെർമിനൽസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡൈക്കോട്ട് ലീഫിലെ മീസോഫിലെ 2 ഡിസ്റ്റിങ്ക്റ്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ദേ ആർ ദി അപ്പർ പാലിസൈഡ് മീസോഫിൽ ആൻഡ് ലോവർ സ്പോഞ്ചി മീസോഫിൽ. പാലിസൈഡ് മീസോഫിൽ ഫോം ചെയ്തിട്ടുള്ളത് പാലിസൈഡ് സെൽസ് കൊണ്ടും സ്പോഞ്ചി മീസോഫിൽ ഫോം ചെയ്തിട്ടുള്ളത് സ്പോഞ്ചി സെൽസ് കൊണ്ടുമായിരിക്കും.
പാലിസൈഡ് സെൽസ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ വെർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ക്ലോറൻകൈമാറ്റസ് സെൽസ് ആണ്. അതിൽ നമുക്ക് ധാരാളം ക്ലോറോപ്ലാസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇൻ്റർസെല്ലുലാർ സ്പേസ് വളരെ കുറച്ചോ അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടായിരിക്കും ഈ സെൽസ് കാണപ്പെടുന്നത്. ദേ ആർ ദി മേജർ ഫോട്ടോസിന്തറ്റിക് സെൻറ്റേഴ്സ്. പാലിസൈഡ് സെൽസാണ് ലീവ്സിലുള്ള ഫോട്ടോസിന്തറ്റിക് സെൻറ്റേഴ്സായിട്ട് മേജർ ഫോട്ടോസിന്തറ്റിക് സെൻറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം അപ്പർ എപ്പിഡെർമിസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് പാലിസൈഡ് മീസോഫിൽ എന്ന് പറയുന്നത്. സോ സൺലൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പർ എപ്പിഡെർമിസിലേക്കായിരിക്കും. അതുകൊണ്ട് മേജർ ഫോട്ടോസിന്തറ്റിക് സെൻറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് പാലിസൈഡ് മീസോഫിലാണ്. ഇനി ഈ പാലിസൈഡ് പാരൻകൈമ സെൽസിൻ്റെ കോമ്പാക്റ്റ്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ലീഫിന് കിട്ടുന്ന സൺലൈറ്റിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ടായിരിക്കും. സൺലൈറ്റിൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അവിടെ പാലിസൈഡ് സെൽസ് കൂടുതൽ കോമ്പാക്റ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇൻറ്റൻസിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഇൻ്റർസെല്ലുലാർ സ്പേസസ് കാണാനായിട്ട് സാധിക്കും. സ്പോഞ്ചി സെൽസ് എന്ന് പറയുന്നത് തിൻ വോൾഡ് ആണ്. അതുപോലെ തന്നെ ഇറഗുലർലി ആൻഡ് ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ക്ലോറൻകൈമാറ്റസ് സെൽസ് ആണ്. അതിൽ നമുക്ക് ധാരാളം ഇൻ്റർസെല്ലുലാർ സ്പേസസ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസും അതുപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ചുമാണ്. ദെൻ നെക്സ്റ്റ് റീജിയൻ ആണ് വാസ്കുലാർ റീജിയൻ. മിഡ്രിബ്, വെയിൻസ്, അതുപോലെ തന്നെ വെയിൻലെറ്റ്സ്, ഈ 3 ഭാഗങ്ങളും കൂടി ചേർന്നിട്ടാണ് ഒരു ലീഫിലുള്ള വാസ്കുലാർ സിസ്റ്റം ഫോം ചെയ്യുന്നത്. മിഡ്രിബിലും വെയിൻസിലായിരിക്കും മെയിനായിട്ട് വാസ്കുലാർ ബണ്ടിൽസ് ഉള്ളത്. ടെർമിനൽ വെയിൻലെറ്റ്സിലേക്ക് എത്തുമ്പോഴേക്കും ഈ വാസ്കുലാർ സിസ്റ്റത്തിലെ ട്രക്കീഡ്സ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് കൺജോയിൻ്റ് ആണ്, കൊളാട്രൽ ആണ്, ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ അത് സ്പോഞ്ചി മീസോഫിലിൻ്റെ ഉള്ളിലെ ഇറഗുലർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സൈലം ഫേസസ് ടുവേർഡ്സ് ദി അപ്പർ സൈഡ് ആൻഡ് ഫ്ലോയം ഫേസസ് ടുവേർഡ്സ് ദി ലോവർ സൈഡ്. പ്രോട്ടോസൈലം ടുവേർഡ്സ് ദി അപ്പർ എപ്പിഡെർമിസ്, മെറ്റാസൈലം ടുവേർഡ്സ് ദി ലോവർ എപ്പിഡെർമിസ്. ദെൻ നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. സോ അതുകൊണ്ട് കേംബിയം ഇല്ല. സോ സൈലം ആൻഡ് ഫ്ലോയം റിമെയിൻ ക്ലോസ് ടു ഈച്ച് അതർ വിത്തൗട്ട് കേംബിയം. ദെൻ ലീഫ് സൈലത്തിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് വെസൽസ്, ട്രക്കീഡ്സ് ആൻഡ് സൈലം പാരൻകൈമയാണ്. വെസൽസിൽ ആനുലാർ ആൻഡ് സ്പൈറൽ തിക്കനിങ്സ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് മിനറൽസിൻ്റെ കണ്ടക്ഷനും അതുപോലെ തന്നെ ആ ലീഫിന് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതുമാണ്. ഫ്ലോയത്തിൽ കാണപ്പെടുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ് ആൻഡ് ഫ്ലോയം പാരൻകൈമ. ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം, പ്രിപ്പയർഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡിനെ ലീഫ് മീസോഫിലിൽ നിന്നും സ്റ്റോറേജ് സെൻറ്റേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനി ഓരോ വാസ്കുലാർ ബണ്ടിലിനെയും സറൗണ്ട് ചെയ്തുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ബണ്ടിൽ ഷീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബണ്ടിൽ ഷീറ്റിനെ ബോർഡർ പാരൻകൈമ എന്നും വിളിക്കാം. ദെൻ ലീഫിനെ സപ്പോർട്ട് ചെയ്ത് കാണപ്പെടുന്നതാണ് മിഡ്രിബ് ആൻഡ് ലാറ്ററൽ വെയിൻസ്. അതുപോലെ തന്നെ ലീഫിനെ സപ്പോർട്ട് ചെയ്ത് കാണപ്പെടുന്ന ടിഷ്യൂസാണ് കൊള്ളൻകൈമ, സ്ക്ലീറൻകൈമ ആൻഡ് ട്രക്കീഡ്സ്. ഒരു ഡൈക്കോട്ട് ലീഫിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഡയഗ്രമാറ്റിക് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും കാണാനായിട്ട് സാധിക്കും. എപ്പിഡെർമിസിൻ്റെ ഔട്ടർ വാൾ എന്ന് പറയുന്നത് ക്യൂട്ടിനൈസ്ഡ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു ഡൈക്കോട്ട് ലീഫിലെ ലോവർ എപ്പിഡെർമിസിലായിരിക്കും നമുക്ക് സ്റ്റൊമാറ്റ അബണ്ടൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ അപ്പർ എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന റീജിയൻ ആണ് പാലിസൈഡ് മീസോഫിലെ വെർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ക്ലോറൻകൈമാറ്റസ് ടിഷ്യൂ ആണ്. ദെൻ ലോവർ എപ്പിഡെർമിസിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സ്പോഞ്ചി മീസോഫിലെ. അത് ഇറഗുലർലി ഷേപ്പ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ്. അതിലും നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് റീജിയൻ ആണ് വാസ്കുലാർ ബണ്ടിലെ. വാസ്കുലാർ ബണ്ടിലെ സൈലം ഫേസസ് ടുവേർഡ്സ് ദി അപ്പർ എപ്പിഡെർമിസ് ആൻഡ് ഫ്ലോയം ഫേസസ് ടുവേർഡ്സ് ദി ലോവർ എപ്പിഡെർമിസ്. ദെൻ ഓരോ വാസ്കുലാർ ബണ്ടിലിനെയും കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ബണ്ടിൽ ഷീറ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാസ്കുലാർ ബണ്ടിലിൻ്റെയും അതുപോലെ തന്നെ 2 എപ്പിഡെർമൽ ലെയേഴ്സിൻ്റെയും ഇടയിലായിട്ട് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ബണ്ടിൽ ഷീറ്റ് എക്സ്റ്റൻഷനും നമുക്ക് കാണാനായിട്ട് പറ്റും.